ഒരടി പോലും പിന്നോട്ടില്ല. മോദിയും അമിത്ഷായും നിർദ്ദേശിച്ചത് പ്രകാരമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി കമ്മീഷൻ പേരുകൾ നീക്കം ചെയ്തത്. രാഹുലിന് നേരെ ഭീഷണികൾ ഉയരുമ്പോഴും തെല്ലും പതറാതെ കാരിരുമ്പിൻ്റെ കരുത്തോടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ മനുഷ്യൻ തെരുവിലിറങ്ങുകയാണ്. ഇന്ത്യ രാജ്യം കെട്ടിപ്പടുത്ത മുത്തശ്ശൻ്റെ ചരിത്രവുമായി രാജ്യത്തിന് വേണ്ടി രക്തം വാർന്നു മരിച്ച മുത്തശ്ശിയുടെ വീറോടെ രാജ്യത്തെ പുനരുദ്ധരിക്കാൻ ഇറങ്ങിയപ്പോൾ ചിതറിത്തെറിച്ച അച്ഛൻ്റെ ഓർമ്മകളുമായി ലേശം പേടിയില്ലാതെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഗർജിക്കുകയാണ്. जिन्होंने पिछले चुनाव में वोट किया, वोटर लिस्ट पे नाम था उनका, 4-5 चुनाव में वोट किया है, उनका नाम काट दिया। मैंने उनसे पूछा तुम्हारा नाम क्यों काटा? कहते ऊपर से ऑर्डर आया है। ऊपर से ऑर्डर आया, किसका ऑर्डर? नरेंद्र मोदी का ऑर्डर, इलेक्शन कमीशन का ऑर्डर। രാജ്യത്ത് പാവപ്പെട്ടവന്റെ കയ്യിൽ വോട്ട് മാത്രമായിരുന്നു മിച്ചമുണ്ടായിരുന്നത്. മോദി ഇപ്പോൾ അതും തട്ടിയെടുത്തിരിക്കുന്നു. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാമെന്ന നിയമനിർമ്മാണം ആർക്കു വേണ്ടിയാണ് നടത്തിയത്? ഒരു കേസ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നൽകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ ഇന്ത്യയിൽ അട്ടിമറിച്ചതാരാണ് എന്ന് തുടങ്ങി അതീവ ഗുരുതരമായ കാര്യങ്ങൾ അക്കമിട്ട് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കഴിഞ്ഞ ദിവസം രാജ്യം കണ്ടത്. TN ശേഷനെ പോലെയുള്ള ആർജവവും തൻ്റെടവുമുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുന്ന കസേരയിലാണ് ഇപ്പോൾ രാജഭക്തി മൂത്ത പഴയ അടിയാന്റെ മനസ്സോടെ കമ്മീഷൻ ഇരുന്ന് പെരുമാറുന്നത്. ചരിത്രം നാളെ ഏറ്റവും നാണം കെട്ട ഇലക്ഷൻ കമ്മീഷൻ എന്ന് നിങ്ങളെ വാഴ്ത്തും. അത്രയ്ക്ക് നിരുത്തരവാദിത്വപരവും രാജ്യത്തോട് നീതി പുലർത്താതെയുമുള്ള തൻ്റെ സ്ഥാനം BJP RSSന് അടിയറവ് വെച്ച് മുന്നോട്ട് പോകുന്ന കമ്മീഷനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൃത്യമായ കാര്യകാരണ സഹിതം മറുപടി നൽകേണ്ടതിന് പകരം സ്വേച്ഛാധിപത്യ മനോഭാവത്തോടെ സ്വയം ന്യായീകരിക്കുന്ന പ്രവണത അത്യന്തം ഭീകരമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിയിടുകയാണ്. മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ നിഷ്ഠൂരം ചവിട്ടിമെതിച്ച് പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ച് വായടപ്പിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ജുഗുത്സാവഹമായ കാഴ്ചയാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. മഹാരാഷ്ട്ര അടക്കമുള്ള നിയമസഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്ലിപ്പുകളടക്കം പുറത്തുവിടാൻ കഴിയുമോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. മഹാരാഷ്ട്രയിൽ പോളിംഗ് നടന്ന ദിവസം 5 മണിക്ക് ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകാത്തത് എന്താണ് എന്നും രാഹുൽ ചോദിക്കുമ്പോൾ അത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സംവിധാനമാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ കമ്മീഷൻ ചെയ്യുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംവിധാനത്തെ തകർക്കുന്ന നയമാണ്. രാജ്യത്ത് പ്രതിപക്ഷത്തിൻ്റെ കടമയിൽ നിന്നും ഒരു ആരോപണമുണ്ടായാൽ അത് അന്വേഷണം നടത്തി അതിൻ്റെ നിജസ്ഥിതി രാജ്യത്തോട് വിശദീകരിച്ച് ആ ആരോപണത്തിൽ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നതിന് പകരം ആരോപണത്തിൽ നിന്നും ഒളിച്ചോടുകയും പകരം പ്രത്യാക്രമണം നടത്തി പ്രതിരോധിക്കുമ്പോൾ അവർ ഈ ഭരണഘടനയെ പുച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കുകയാണ്. 93 മിനിറ്റ് പത്രസമ്മേളനം നടത്തിയ കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോർച്ചയെ മറച്ച് രാഹുൽ ഗാന്ധിയെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കാൻ കാണിച്ച ശുഷ്കാന്തി അനുരാഗ് ഠാക്കൂറിൻ്റെ കാര്യത്തിൽ കണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടികളിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി ഇന്ത്യ മുന്നണി ഇപ്പോൾ ചർച്ച സജീവമാക്കിയിരിക്കുകയാണ്. വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതിനാൽ തന്നെ ഇംപീച്ച് നടപടികൾ അവതരിപ്പിക്കാനുള്ള എത്രയും പെട്ടെന്നുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷവും. രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ബീഹാറിലേക്കാണ്. 12 ദിവസം രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ട വീര്യമുള്ള വോട്ടർ അധികാർ യാത്ര രാജ്യത്താകെ ആഞ്ഞടിക്കുകയാണ്. തേജസ്വി യാദവ് കൊടുങ്കാറ്റ് പോലെ രാഹുലിനൊപ്പം ചേർന്നപ്പോൾ അത് അധികാര കോട്ട കൊത്തളങ്ങളിൽ വിള്ളൽ വീഴ്ത്തി കഴിഞ്ഞു. ഇരിപ്പുറയ്ക്കാതെ
മോദി എരിപിരി കൊള്ളുകയാണ്. ഒരണുവിട പോലും പിന്നോട്ട് ചുവട് വെക്കാതെ അത്യന്തം പോരാട്ട വീര്യത്തോടെ രാഹുൽ കോടിക്കണക്കിന് ഇന്ത്യൻ ജനതയുടെ മുന്നിൽ ജനകീയ നേതാവായി ഉയരുകയാണ്. ഇപ്പോൾ തെരുവിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടർ ID ഉണ്ട്. പക്ഷേ വീടില്ലാത്ത ഇവർക്ക് വീട്ട് നമ്പറുമുണ്ട്. വീട്ടു നമ്പർ 0 ഈ വിചിത്രവാദമാണ് കമ്മീഷൻ പറയുന്നത്. എന്നാൽ അവരുടെ അച്ഛൻ്റെ പേര് സൂചിപ്പിക്കുന്നിട്ടില്ല താനും. അത് വെറും ABCDEFG മാത്രമായി അവശേഷിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.